ഹായ് ഫ്രണ്ട്സ്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആദ്യമായിട്ട് ചിന്തിച്ചപ്പോൾ എന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരുന്നു. എങ്ങനെ എന്റെ മനസ്സിലെ കോൺസെപ്റ്റ് അതേ ഇന്റൻസിറ്റിയിൽ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ചിന്ത. ബിക്കോസ് ഞാൻ ഒരിക്കലും നല്ലൊരു ഒറേറ്ററോ പബ്ലിക് സ്പീക്കറോ ഒന്നും ആയിരുന്നില്ല. എനിക്ക് എപ്പോഴും ഇൻഹിബിഷൻസും സ്റ്റേജ് ഫിയറും സ്റ്റാർട്ടിംഗ് ട്രബിളും എല്ലാം ഉണ്ടായിരുന്നു. ഇൻഫാക്ട് എന്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോസ് എല്ലാം ഇംഗ്ലീഷിൽ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം പോലും ഇംഗ്ലീഷ് ഭാഷയോടുള്ള അഗാധമായ പ്രേമമൊന്നുമല്ല, മറിച്ച് മലയാളം എന്ന എന്റെ മാതൃഭാഷയിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള കോൺഫിഡൻസിന്റെ കുറവാണ്. പക്ഷെ കിട്ടിയ കോമന്റ്സ് ആൻഡ് ഫീഡ്ബാക്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ വീഡിയോസിന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ അത് ഞാൻ മലയാളത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും ഇമ്പോർട്ടന്റ് ആണെന്ന്. ബിക്കോസ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില മേഖലകളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ഒരു വൈഡ് ആംഗിളിൽ അതിനെല്ലാം നോക്കിക്കാണാനും നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് എന്റെ ലക്ഷ്യം. അത് ഒരാളെ എങ്കിൽ ഒരാളെ. സോ അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസന്റേഷൻ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചത്. ഹോപ്പ് ദിസ് ഇസ് ബെറ്റർ. ആഫ്റ്റർ ഓൾ, ലൈഫ് ഇസ് ഓൾ അബൌട്ട് ചലഞ്ചിങ് യുവർ സെൽഫ് ആൻഡ് ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്. ഒരു ക്രൗഡിന്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിലും റിലേഷൻഷിപ്സിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ടിപ്സ് ഫോർ ആൻ ഇംപ്രസീവ് ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. വെൽക്കം. ചുമ്മാ ചറ പറാന്ന് സംസാരിക്കുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. ഇൻഫാക്ട് ഇൻട്രോവേർട്സിന് പോലും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവാൻ സാധിക്കുകയും ചെയ്യും. അതിന് കമ്മ്യൂണിക്കേഷന് ചില പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഓർത്തിരുന്നാൽ മാത്രം. The first one is to listen. ഒരു മനുഷ്യനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന ക്വാളിറ്റീസിൽ ഒന്നാണ് ലിസ്ണിംഗ്. ആൻഡ് ഹിയറിംഗ് ഇസ് നോട്ട് ലിസ്ണിംഗ്. ഒരാൾ സംസാരിക്കുന്നത് അതിൽ ഒരു വാക്ക് പോലും ശ്രദ്ധിക്കാതെയും മനസ്സിലേക്ക് എടുക്കാതെയും നമുക്ക് മുഴുവൻ കേട്ടോണ്ടിരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ആ റിലേഷൻഷിപ്പിനെ വഷളാക്കുക മാത്രമേ ചെയ്യൂ. So always listen first, then speak. പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? മറ്റേയാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഇയാൾ ഇത് എത്ര നേരം തുടങ്ങിയിട്ട് ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ, എന്നോട് ഇതൊക്കെ എന്തിനാണ് പറയുന്നത്, സമയം പോകുന്നു എന്നൊക്കെയാണ് അല്ലേ? ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മുടെ എക്സ്പ്രഷൻസിൽ വരികയും അത് മറ്റേയാൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് നമ്മുടെ ബന്ധത്തെ മോശമായല്ലേ ബാധിക്കുന്നത്. സോ ഇങ്ങനെ അറ്റൻഷൻ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, ടു എംപതൈസ്. Empathy is the ability to understand and share the feelings of another. See, ultimately നമ്മൾ എല്ലാവരും സെൽഫിഷ് ആണ്. നമുക്ക് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധിക്കുന്നത് വഴി അത് നമുക്ക് എത്ര ആവശ്യമില്ലാത്തതാണ് എന്ന് തോന്നുന്ന കാര്യമാണെങ്കിലും എത്ര യോജിക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിലും ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ഉപകാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? സത്യമാണ്. ടു ഗെറ്റ് പെർസ്പെക്റ്റീവ്സ് എന്നതാണ് ആ ഉപകാരം. നമ്മളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നത്. നമ്മുടെ ചെറിയ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സ്വയം അനുഭവിച്ചും അറിഞ്ഞും മനസ്സിലാക്കി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് വഴി, അയാളുടെ വീക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് വഴി കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്കത് യൂസ്ഫുൾ ആകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ കമ്മ്യൂണിക്കേഷനും ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുണ്ടെന്ന്. ഇതിനായി നമുക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക എന്ന്. സക്സസിനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോയിൽ മുൻപ് സംസാരിച്ചതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ പറ്റി. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഐ എം ഷുവർ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ദ തേർഡ് പോയിന്റ് ഇസ് ടു റെസ്പോണ്ട്. നമ്മൾ മറ്റേയാൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഹൗ? അത് നമ്മുടെ ഐ കോണ്ടാക്ട് വഴി, എക്സ്പ്രഷൻസ് വഴി, പോസ്റ്റർ വഴി, ഹാൻഡ് ജെസ്റ്റേഴ്സ് വഴി, തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ വഴിയൊക്കെയാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും ഇതെല്ലാമാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ബിക്കോസ് 80% of our communication is non-verbal. Actions speak louder than words എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ വളരെ ശരിയാണ്. So always respond appropriately and think before you speak. The fourth point is to practice. And practice makes a man perfect, അല്ലേ?
ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന് നിരന്തരമായ പ്രാക്ടീസ് ആവശ്യമാണ്. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്തു തുടങ്ങാം. നമ്മുടെ റിലേഷൻഷിപ്സ് ആരംഭിക്കാനും അതിനെ സ്ട്രോങ് ആക്കാനും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരേപോലെ ആജീവനാന്തം നമ്മളെ സഹായിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സോ ലെറ്റ്സ് ബിഗിൻ ടു ലിസൺ, ടു എംപതൈസ്, ടു റിയാക്ട് ആൻഡ് ടു പ്രാക്ടീസ്. താങ്ക്സ് ഫോർ ലിസണിംഗ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഓരോ റെസ്പോൺസുമാണ് എനിക്കുള്ള പ്രചോദനം. പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.